ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ബുക്ക് ഞാൻ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ, ബേസിക്കലി ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭോഷനാണ് ഞാൻ. എൻ്റെ വരുമാനത്തിൻ്റെ ഒരു നല്ല ശതമാനം ഞാൻ സഭയ്ക്കും പള്ളിക്കും അവിടുത്തെ ഉള്ള ആൾക്കാർക്കും എല്ലാം കൊടുത്തതാണ്. അതിലെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എങ്കിലും എന്നെ മുറിപ്പെടുത്തിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചിരുന്നാൽ, അവിടെ പോയാൽ നമ്മൾ കാണുന്നത് പലതും വേദവിപരീതം. വേദവിപരീതം എന്ന് വെച്ചിരുന്നാൽ നിങ്ങൾ എഗ്രി ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ തോന്നാത്ത ഒരു കാര്യം ഞാൻ പറയാം. കൊടിമരം, മാസ്റ്റ്, ഒരു വലിയ തൂണ് പോലത്തെ സാധനം ആദ്യകാലത്തൊക്കെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി, അത് കഴിഞ്ഞ് വെച്ച് വെള്ളി കൊണ്ടുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് സ്വർണം കൊണ്ട് വരെ ഉണ്ടാക്കി വെക്കുന്നു ഈ കൊടിമരം. അതിൻ്റെ പശ്ചാത്തലം എന്താ? നമ്മൾ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ആ യഹൂദ, ഇസ്രായേൽ ആ ഭാഗത്ത് മുഴുവനും ആ കൊടിമരം തന്നെ കൊടിമരം. അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വിഡ്ഢിത്തമാണ്. ദൈവത്തെ ഭജിക്കുന്നതിന് പകരം കൊടിമരത്തെ ഭജിക്കുന്ന വിഡ്ഢികൾ എല്ലാം അയാൾ അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. നശിപ്പിച്ച് കളഞ്ഞത് ദൈവത്തിനങ്ങ് വലിയ ഇഷ്ടമായി. അവനെ വിളിച്ചിട്ട് പറയുന്നു, നീ ചെയ്ത ഒരു നല്ല കാര്യമാണ്, പക്ഷേ വേറൊരു സംഭവം നടന്നു. അത് ഇവിടെ പ്രസക്തമല്ലെങ്കിലും ഞാൻ പറയാം. അവൻ്റെ പ്രായമായപ്പോൾ അവൻ മരിക്കും എന്ന് പ്രവാചകനായ യെശയ്യാ എന്ന് പറയുന്നു. നിൻ്റെ ഗ്രഹകാര്യങ്ങൾ ശരിയാക്കി വെക്കുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് ഭിത്തിയിലോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് കരഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഞാൻ ഇന്ന് സ്തുതിക്കുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. കുഴിയിലിറങ്ങുന്നവൻ നിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമോ? അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് കർത്താവേ, എന്നെ ഇപ്പോൾ കൊല്ലല്ലേ എന്ന അർത്ഥത്തിൽ ഇയാൾ കരഞ്ഞു. ഉടനെ തന്നെ കർത്താവൻ കരഞ്ഞു, ഓടിപ്പോയി. അപ്പോഴത്തേക്ക് പ്രവാചകൻ നടുത്തളത്തിൽ വരെ എത്തിയതേ ഉള്ളൂ കൊട്ടാരത്തിൻ്റെ. അവിടെ ചെന്നു പറഞ്ഞു, യെശയ്യാവേ തിരിച്ചു പോടാ, നീ അവനോട് ചെന്ന് പറ, അവൻ്റെ ആയുസ്സിനോടുകൂടി ഞാൻ 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തിന് കൂട്ടി എന്നുള്ളത് നിങ്ങൾ അറിയണം. എല്ലാ വേണ്ടാദിനവും അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന് ദൈവത്തിൻ്റെ പ്രീതിക്ക് അവന് കൊടുത്തതാണ് 15 വർഷത്തെ ആയുസ് കൂട്ടിക്കൊടുത്തത്. നമ്മുടെ പള്ളികളിലും എല്ലാ സ്ഥലത്തും കൊടിമരം. അത് എന്നെ സംബന്ധിച്ച് വേണ്ടാത്തൊരു കാര്യവും അത് വേദവിപരീതമാണെന്നുകൊണ്ട് ഞാനത് ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ നമ്മുടെ ആരാധനാ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സംഗതികൾ, അതെല്ലാം വേണ്ടാത്ത പോഷത്വവും ജാതികൾ പോലും അറയ്ക്കുന്നതുമാണ്. അതെല്ലാം എടുത്തു കാണിച്ചു. കൂടാതെ തിരുമേനിമാരെന്ന് പറഞ്ഞ് ഒരു ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം കയ്യിൽ പാമ്പിണ ചേരുന്ന ഒരു വടി, 2 പാമ്പ് ഒരു വടിയിൽ ചുറ്റി ഇണ ചേരുന്നത്, അതിൻ്റെ നടുക്ക് കൈ വെച്ചുകൊണ്ടാണ് ദൈവമക്കളെ ഇവർ അനുഗ്രഹിക്കുന്നത്. ദൈവമക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ, ഇതെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സങ്കടം തോന്നി. എൻ്റെ ദൈവമേ, ഈ ദൈവമക്കളെ ഇത് വെച്ചുകൊണ്ടാണല്ലോ ഇവർ ഈ അനുഗ്രഹിക്കുന്നത്. ഒന്നാമത് അവർക്ക് അറിയത്തില്ല അത് എന്താണെന്ന്. അതിന് ഒരു വിവരണം കൊടുത്തു. മോശ പിച്ചള സർപ്പം ഇവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? മോശ പിച്ചള സർപ്പത്തെ വടിയായിട്ട് ഉപയോഗിച്ചോ? അഹറോൻ്റെ തളിർത്ത വടി ആണെന്ന് ചില കൂട്ടർ പറഞ്ഞു. അഹറോൻ്റെ തളിർത്ത വടിയിൽ 2 പാമ്പ് കയറിയോ? ഇതൊന്നും പഠിക്കാനോ കണ്ടുപിടിക്കാനോ ശ്രമിക്കുകയില്ല.
മറിച്ച് എങ്ങനെ ഒരു PhD അടിച്ചെടുക്കുക, വേണ്ടാദിനങ്ങളൊക്കെ എഴുതി പറ്റിച്ച് അവർ PhD അടിച്ചെടുത്തോണ്ട് വരും. പക്ഷേ അത് നമ്മൾ ഏത് തരത്തിലും ഉപകരിക്കുന്നില്ല. അവർ ചെയ്യുന്നതൊക്കെയും വേദവിപരീതമാണെന്ന് കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ ഞാൻ എഴുതിയ ബുക്കിൻ്റെ പേരാണ് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ശൂന്യമാകുന്ന മ്ലേച്ഛത ശുദ്ധസ്ഥലത്ത് നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുവീൻ. പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ദേവാലയത്തിലെ ശുദ്ധസ്ഥലത്താണ് ഈ ശൂന്യമായ മ്ലേച്ഛതയെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒന്നിൻ്റെ പേര് മറുവാസ, ഒന്നിൻ്റെ പേര് വടി, തിരുവസ്ത്രം, ശോശപ്പ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനെല്ലാം ഇപ്പം പ്രായമായില്ലയോ, എല്ലാം മറന്നുപോയി. ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ശുദ്ധസ്ഥലത്ത് നിൽക്കുന്ന ശൂന്യമാകുന്ന മ്ലേച്ഛത, അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ.